ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞു. നമ്മൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിന്റെ ഗുണം എന്താ വെച്ചാൽ സ്ഥിരം പറയുന്ന പോലെ തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസുകളെ ഉണ്ടാവാറുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ വ്യൂവിൽ അത് ഇന്നത്തെ മാർക്കറ്റിന്റെ വ്യൂ ഞാൻ ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു, ഒരു സൈഡ് വേസ് വ്യൂ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചത്, മാർക്കറ്റ് ഒരു 9:40 ഒക്കെ ആ സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നത് എന്താണ്, സൈഡ് വേസ് ബിയറിഷ് വ്യൂ, അതായത് ചെറുതായിട്ടൊരു മാർക്കറ്റ് താഴേക്ക് വരും, അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുക ചെയ്യുന്നതാണ് എൻ്റെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്. ആ സമയത്ത് എന്താ മാർക്കറ്റ് കുറച്ചും കൂടി നന്നായിട്ട് താഴത്തേക്ക് വന്നു അല്ലേ. ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടി നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് നീങ്ങുന്നില്ല. പക്ഷേ നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആയാൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. എനിക്ക് എന്താ ഓപ്ഷൻ ബൈ ചെയ്തില്ല കൊണ്ട് ഞാൻ ഓപ്ഷൻ സെല്ലാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു പ്രോഫിറ്റിലാണ് ഞാൻ ഇറങ്ങിയത്. എല്ലാവർക്കും ബൈ ചെയ്ത ആൾക്കാരുണ്ട് അതിൽ. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഇറങ്ങിയത്. കാരണം നമ്മൾ അധികമായി കുറേ ഡിസ്കസ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് മാർക്കറ്റിന്റെ വ്യൂ എങ്ങോട്ടാണ് അന്നത്തെ ദിവസം അത് നമ്മളങ്ങ് പറയും. അല്ല, കൃത്യമായിട്ടൊരു വ്യൂ ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇന്ന് കൃത്യമായ വ്യൂ ഇല്ല, അതുകൊണ്ട് ഇന്ന് ട്രേഡ് ഇല്ല എന്ന് പറയും. അപ്പം അങ്ങനെ കൃത്യമായ വ്യൂ മാത്രമേ പറയാറുള്ളൂ. അല്ല നമ്മൾ ഇങ്ങനെ അങ്ങനെ പോകും ഇങ്ങോട്ട് പോകും എത്ര എത്തും അങ്ങനെയൊന്നും പറയാറില്ല സാധാരണ രീതിയിൽ. നമ്മളൊരു അതായത് നമ്മുടെ പെട്ടായ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നപോലെ ഇവിടം വരെ എത്തും. മാർക്കറ്റ് എന്ന കൃത്യമായ പോയിന്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ തിരിച്ചു വന്ന് നമ്മൾ എസ് എൽ അടിച്ചിറങ്ങും. എസ് എൽ അടിക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ്, കാരണം കൃത്യമായ വ്യൂ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്ന് എന്താ സംഭവിച്ചതെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന്. ഇത് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഒരു 9:40 ആ സമയത്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചു അല്ലേ. ഡൗൺ സൈഡിൽ വന്നിട്ട് നമ്മൾ സപ്പോർട്ടിൽ എത്തിയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചു. ആ ഗ്രീൻ ക്യാൻഡിൽ കാണിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. കാരണം ആരും ഇനി അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കേണ്ട എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് ഞാൻ അത് പറഞ്ഞത്. അത് കാഴ്ച കൃത്യമായിട്ട് അടുത്ത ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വന്നു, കൃത്യമായി മാർക്കറ്റ് താഴേക്ക് വന്നു. ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നുള്ളത് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. മാർക്കറ്റ് കൃത്യമായി താഴേക്ക് വന്ന ശേഷം നമ്മളെ ആദ്യത്തെ സപ്പോർട്ടായി 26,000 എത്തുന്ന സമയത്ത് തന്നെ ഞാൻ ട്രേഡ് എക്സിറ്റ് ആയി ചെയ്തത്. അതിനുശേഷം വീണ്ടും കുറച്ച് വീണ്ടും ഒരു ഡൗൺ സൈഡിലേക്ക് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ട്രേഡ് എടുത്തില്ല, ഒരു ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ. ആ ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ട്രേഡ് ഞാൻ എക്സിറ്റ് ചെയ്തു. അതായത് 26,000 എത്തുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്തു. പിന്നീട് ഉണ്ടായ ബ്രേക്ക് ഡൗണിൽ ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടി നിന്നില്ല. പിന്നീട് ആ ട്രേഡ് എടുത്തത് പറഞ്ഞാൽ ഏറ്റവും താഴെ എത്തിയ ശേഷം 25,900 എത്തിയ ശേഷം നല്ലൊരു റിവേഴ്സ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിനാണ് ഞാനൊരു ട്രേഡ് വീണ്ടും ഒരു സെൽ ട്രേഡ് എടുത്തത്, പുട്ട് സെല്ലാണ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയി, പിന്നീട് താഴത്തേക്ക് വരുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എക്സ് ആയി. ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടു അതിൽ പെട്ടെന്ന് എക്സിറ്റ് ആയി. അങ്ങനെ 2 ട്രേഡാണ് ഇന്നുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് എടുത്തില്ലെങ്കിൽ നമ്മൾ ലെവലുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നോക്കാം. അതിനകത്തായാലും അതെ, കൃത്യമായിട്ട് ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് കൃത്യമായിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു. നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് നമ്മളെ റെസിസ്റ്റൻസ് ലെവലിലേക്കൊക്കെ പിന്നീടുള്ള സപ്പോർട്ട് ലെവലിലേക്കൊക്കെ മാർക്കറ്റ് കൃത്യമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറഞ്ഞ സപ്പോർട്ട് ലെവലിൽ എപ്പോഴും മാർക്കറ്റ് അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലും തിരിച്ചു വന്നിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പിന്നീട് ഒന്ന് അധികം മിക്കവാറും പോകുന്നത്. അങ്ങനെ അത്രയും ലെവലുകൾ നമ്മൾ മിക്കവാറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, മാർക്കറ്റിൽ ഇപ്പോൾ RBIയുടെ ഭാഗത്ത് നിന്നായാലും GSTയുടെ ഭാഗത്ത് നിന്നായാലും കുറച്ച് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ വന്നുവെങ്കിലും US-ഉമായിട്ടുള്ള ട്രേഡ് ഡീൽ ഉണ്ടല്ലോ, അത് ക്ലോസ് ആവാതെ കണ്ട് അതിലൊരു പോസിറ്റീവായ റിയാക്ഷൻ വരാതെ മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ചെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവിടെ നിന്ന് FISന്റെ എല്ലാ ഡാറ്റയും വെച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഇനി ഒരു മൂവ്മെന്റ് ഉണ്ടാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് വേണമെന്നൊരു കൺസെപ്റ്റിൽ ഞാൻ നിൽക്കുന്നത്. അതൊന്ന് വന്ന് US-ഉമായിട്ടുള്ള പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടായാലും ഓൺ ദ സ്പോട്ട് തന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങാനും എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ കൺസോൾട്ടേഷൻ ആയിരിക്കും എന്ന് പറയാൻ കാരണം ഇനിയും ഫർദർ ഒരു മൂവ്മെന്റിലേക്ക് പോകാനുള്ള ഒരു മാർക്കറ്റ് സ്ട്രെങ്ത് ഇല്ല. അതാണ് വ്യക്തമായ മാർക്കറ്റ് ചാർട്ടൊക്കെ നോക്കുന്ന ആളുകൾക്ക് ന്യൂസൊക്കെ കേൾക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഇനിയും മാർക്കറ്റ് ഫർദർ മുമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ന്യൂസും കൂടി വരണം. അതിനുള്ളൊരു ഒരു ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ കണ്ടത്. നിങ്ങൾ ഇന്നലെ നല്ലൊരു ന്യൂസൊക്കെ വന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും അത് മൊത്തം ഐപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വന്നു അല്ലേ. അപ്പം അത്തരം പ്രശ്നങ്ങൾ, അത് US-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതെങ്ങനെയെങ്കിലും സോൾവ് ആയ ശേഷം മാത്രമേ മാർക്കറ്റിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് അടുത്ത തന്നെ സോൾവ് ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം അതിനുള്ള ലക്ഷണങ്ങൾ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. കാരണം ഡൗൺ സൈഡ് വരുമ്പോൾ കുറച്ചായിട്ട് ബൈയിങ് കൂടുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ നിങ്ങളൊന്നും കൂടി നാളെ 2-3 ദിവസത്തെ മാർക്കറ്റും കൂടി കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും, നമുക്ക് ഏകദേശം കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പ്രധാനപ്പെട്ട നാളത്തെ ലെവലുകളൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് നാളത്തെ പ്രധാനപ്പെട്ട നിഫ്റ്റിയിലെ സപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ 25,900 മുതൽ 25,880 ആ ഒരു 20 പോയിന്റ് ഉള്ള ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ മറ്റൊരു സപ്പോർട്ടും കൂടിയുണ്ട്, 25,850, 25,780. ഈ 3 സപ്പോർട്ടുകൾ അടുത്തടുത്തുണ്ട് നിഫ്റ്റി. അപ്പോൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ നാളെ. പിന്നീട് അതിന് താഴത്തെ സപ്പോർട്ടിൽ 25,630, 600 ആ റേഞ്ചിലുള്ളതാണ് അതിനപ്പുറത്തുള്ള സപ്പോർട്ട് വരുന്നത്. അത്രയും കുറെ താഴത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് അടുത്തടുത്ത് 3 സപ്പോർട്ടുകളാണ് വരുന്നത്, 25,880 മുതൽ 25,900 വരെ, പിന്നെ 25,850, 25,780. ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത്. പിന്നെ റെസിസ്റ്റൻസ് 26,000 റെസിസ്റ്റൻസ് ഉണ്ട്. അത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മേജർ റെസിസ്റ്റൻസ് തന്നെ ആണെങ്കിലും അത്
ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പ് സൈഡിലാണ് ചിലപ്പോൾ ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിന് തന്നെ സാധ്യതയുണ്ട്. അതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ 26,100 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ്. പിന്നെ 200 മുതൽ 230 വരെയുള്ളത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇത്രയാണ് പ്രധാനം. പിന്നെ 300 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾക്കറിയാം ഹൈലി എടുക്കുന്നതാണ്. 300 എത്തുമ്പോൾ മിക്കവാറും മാർക്കറ്റ് റിവേഴ്സ് ആവാൻ എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ അത്രയും വരെ മാർക്കറ്റ് നാളെ പോകുന്നുള്ളത് അറിയില്ല, സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നാളത്തെ ഓപ്പണിംഗ് അനുസരിച്ച് നമുക്ക് നാളത്തെ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. എന്തായിരിക്കുന്നുള്ളത് നമുക്ക് ഓപ്പണിംഗ് നോക്കി തീരുമാനിക്കാം. ഏകദേശം ഒരു സൈഡ് വൈസ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ കൺസോൾട്ടേഷൻ ചെയ്ത് ഏത് വശത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നുള്ളത് നോക്കി നമുക്ക് അതനുസരിച്ച് ട്രേഡ് എടുക്കാം. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ റിവേഴ്സിൽ തന്നിട്ട് പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. ഞാൻ നോക്കിയിട്ട് ഏതായാലും ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം നാളെ കേട്ടോ, ട്രേഡ് നോക്കിയിട്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത് 29,000 ഒരു സപ്പോർട്ടായിട്ട് 59,000 സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ 58,900 ഒരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. താഴത്തേക്ക് സപ്പോർട്ട് വരുന്നത് 58,500 58,300 ആണ് ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. പിന്നെ മുകളിലേക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 59,300 350 മുതൽ 400 വരെ റേഞ്ച് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ട്. അതിന് മുകളിൽ 59,550 മുതൽ 600 വരെ 59,550 മുതൽ 600 വരെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. ഇത്രയും ലെവലുകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കൂടി നോക്കാം. ഇത്രയാണ് നാളത്തെ ലെവൽ. അപ്പോൾ നിങ്ങൾ നാളെ കൂടി ഒന്ന് ഗ്രൂപ്പിലൊന്ന് ആക്റ്റീവ് ആയിക്കോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.